നമ്മൾ രാവിലെ തന്നെ ടാൻമാർഗിൽ നിന്ന് ദൂദ്പത്രിക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഗുൽമർഗ് ടു ദൂദ്പത്രിയാണ് പോകുന്നത്. തലേദിവസം വന്ന് ഗുൽമർഗിലെല്ലാം കണ്ട് ടാൻമാർഗിലാണ് താമസിച്ചത്. അപ്പോൾ ഗുൽമർഗിലെയും ടാൻമാർഗിൽ നമ്മൾ താമസിച്ച ഹോം സ്റ്റേയുടെ എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. നിങ്ങൾക്ക് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ താമസിക്കാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് സ്റ്റേ ആണത്. അങ്ങനെ നമ്മൾ രാവിലെ ടാൻമാർഗിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് നല്ല മഴയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിലും ഭയങ്കര മഴയായിരുന്നു. നമ്മൾ ഗുൽമർഗിലോട്ട് വരുമ്പോൾ തൊട്ട് നമ്മൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല മഴയായിരുന്നു. വരുന്ന വഴിക്കെല്ലാം നല്ല ക്ലൗഡിയൊക്കെ ആയിരുന്നു. അങ്ങനെ പക്ഷേ ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പം ഭയങ്കര മഴയാണ്. പലയിടത്തും മഴ കാരണം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡ്രൈവർ കുറച്ച് ഷോർട്ട് കട്ട് വഴികളൊക്കെ കണ്ടുപിടിച്ച് അതുവഴിയാണ് നമ്മളിപ്പം ദൂദ്പത്രിക്ക് പോകുന്നത്. അപ്പം നമ്മൾ പഹൽഗാം അല്ലെങ്കിൽ ഗുൽമർഗിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പം അത്രയും ക്രൗഡഡ് അല്ല ദൂദ്പത്രി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ദൂദ്പത്രി. അങ്ങനെ നമ്മൾ ടാൻമാർഗിൽ നിന്ന് ദൂദ്പത്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂദ്പത്രി എത്താറായിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. നല്ല മഴയും ഇടയ്ക്ക് നല്ല ക്ലൗഡ്സൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് മഴ തോർന്ന സമയത്ത് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി വളരെ പ്രകൃതിരമണീയമായ കാഴ്ചകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൂദ്പത്രിക്ക് പോകുന്ന വഴിയുടെ ഇരുവശങ്ങളും ധാരാളം ബദാം മരങ്ങളും പൂത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ കടുകിൻ പാടങ്ങളും കാണാൻ സാധിക്കും കേട്ടോ. വളരെ മനോഹരമായ ഒരു ഏരിയ തന്നെയാണ്. ജനവാസവും വളരെ കുറവാണ്. അതുകൊണ്ട് ഏരിയയിലും അധികം ക്രൗഡഡും അല്ല, അധികം സിറ്റികളൊന്നും നിങ്ങൾക്ക് ഈ വഴിക്ക് കാണാൻ സാധിക്കത്തില്ല കേട്ടോ. വളരെ മനോഹരമായ ശാന്തമായ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ ശിവഗംഗ എന്ന റിവറാണ് ദൂദ്പത്രിയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ആ നദിയെല്ലാം നമുക്ക് കുറച്ചും കൂടി അടുത്ത് കാണാൻ സാധിക്കും. നമ്മളെ മെയിൻ ദൂദ്പത്രി എൻട്രൻസ് കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പം. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. നിങ്ങളിപ്പം ശ്രീനഗറിൽ നിന്നാണ് ദൂദ്പത്രിക്ക് വരുന്നതെങ്കിൽ 42 കിലോമീറ്ററാണ് ശ്രീനഗർ ടു ദൂദ്പത്രിക്കുള്ളത്. ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും. വഴി കുറച്ച് കൺജസ്റ്റഡ് ആണ്. പിന്നെ മഴ ഇതുപോലെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പം കുറച്ചും കൂടെ ഒന്ന് സ്ലോ ആകും. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് വണ്ടി നിർത്തിയതാണ്. താഴത്ത് നല്ല മനോഹരമായ കാശ്മീർ ഗ്രാമം. അതിൻ്റെ മേളിൽ നമ്മൾ എയറോപ്ലെയിനിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലെ ക്ലൗഡ്സ് ഇങ്ങനെ വന്ന് മൂടി നിൽക്കുന്ന ആ ഗ്രാമത്തെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഫോട്ടോസ് എടുത്ത് നമ്മളങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ ദൂദ്പത്രി എത്തി. അപ്പം നമ്മൾ എൻട്രൻസിന് മുൻപ് നമുക്ക് ഇരുവശങ്ങളിൽ ഇതുപോലെ ധാരാളം കടകൾ കാണാൻ സാധിക്കും. ഒന്നുകിൽ നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അകത്തോട്ട് പോകാം, ഇല്ലെങ്കിൽ ദൂദ്പത്രി എല്ലാം കണ്ട് ഇറങ്ങി വരുമ്പം വേണമെങ്കിൽ ഫുഡ് കഴിക്കാനാണ്. അകത്ത് 1-2 റെസ്റ്റോറൻറ്റുകൾ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട്. പക്ഷേ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഈ ഏരിയ നിർത്തിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയപ്പോൾ ഒന്ന് മഴ തോർന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്തുമ്പോൾ തന്നെ ധാരാളം കടകൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. നമ്മൾ ഓരോ കടക്കാർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു കടയിലോട്ട് കയറി. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിയൊക്കെ പോലെ തന്നെ ഇവർ ചോളപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു റൊട്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഫേമസ് ദൂദ്പത്രിയിലെ ഫേമസ് ആ ഒരു ഫുഡാണ്. അപ്പോൾ നമുക്കൊരു ചൂട് ചായയും ആ റൊട്ടിയും കഴിക്കാമെന്ന് വിചാരിച്ചു. മക്കാക്കി റൊട്ടി എന്നാണ് പറയുന്നത്. പിന്നെ ടീ, കോഫി, പിന്നെ കാശ്മീരിൻ്റെ തനത് പാനീയമായ കാവയും ഇവിടെ അവൈലബിൾ ആണ്. നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോൾ ഒന്ന് മഴ തോർന്നെങ്കിലും പിന്നെയും മഴ ചാർന്നുകൊണ്ട് ഏരിയ മൊത്തം നല്ല ചെളിയാണ്. നമുക്കവർ ചൂടോടെ ഇത് ഉണ്ടാക്കി തരും. കൈ കൊണ്ടാണ് ഇത് പരത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ ഒരു അച്ചാറും പിന്നെ ഈ ഒരു സാധനമാണ് കുറച്ച് ഇലയാണ്. ചെറിയൊരു പുളിയുണ്ട് ടേസ്റ്റ്. അങ്ങനത്തെ ഒരു കൂട്ടാനും കൂടാണ് ഇതിന് സൈഡ് ഡിഷായിട്ട് അവർ തരുന്നത്. കുഴപ്പമില്ല, നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡാവുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ മോള് കഴിക്കാഞ്ഞുകൊണ്ട് മോൾക്ക് വേണ്ടി ഒരെണ്ണം മേടിച്ചായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഹാർഡായി കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനൊപ്പം മോന് കുക്കീസ് വേണം പറഞ്ഞ് അവരൊരു കുക്കീസും മോന് അതൊക്കെ മേടിച്ചതാണ്. പക്ഷേ അവൻ കഴിച്ചില്ല. എല്ലാം കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞ് മേടിച്ചെങ്കിലും കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് അവിടെ വെച്ചു. പിന്നെ ഞാനത് പാക്ക് ചെയ്തെടുക്കുകയോ ചെയ്തു. ഇനി അങ്ങോട്ടൊക്കെ നടന്ന് കഴിയുമ്പോൾ കഴിക്കാമല്ലോ ഒന്നും കണ്ട്. പിന്നെ അപ്പോഴേക്കും നമുക്ക് ചൂടോടെ അവർ മക്കനാക്കി റൊട്ടി എന്ന് അവർ പറയുന്നത്. ഈ ചോളപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഈ റൊട്ടി വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഉണ്ടോയെന്ന് അറിയില്ല. ചപ്പാത്തി പോലെ കുഴച്ച് ചെറിയ ഉരുളകളാക്കി കൈ കൊണ്ട് തന്നെ പരത്തി ചൂടോടെ തരും. കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ചൂടും കൂടെ ഉള്ളതുകൊണ്ട് ഊതി കുടിക്കുകയാണ്. നല്ല തണുപ്പ്, നല്ല ചൂട് കാപ്പി, നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കഴിച്ചും കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ ഒന്ന് ശക്തമാകാൻ തുടങ്ങി. എന്തായാലും നമ്മളിനി
ദൂദ്പത്രിയിലോട്ട് കയറുകയാണ്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ തന്നെയാണ് ഒരു എൻട്രൻസ് ഉണ്ട്. അവിടെ നമുക്കൊരു ടോക്കണൊക്കെ എടുക്കണം. ഒരു ടോൾ പോലെ ഒരു ചാർജ് ഉണ്ട്. ആ ചാർജ് കൊടുത്തതിന് ശേഷം നമുക്ക് അകത്തോട്ട് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ വലിയ തിരക്കില്ല. ഞാൻ പറഞ്ഞ പോലെ ഗുൽമാർഗ് പഹൽഗാം വെച്ച് നോക്കുമ്പോൾ വലിയ തിരക്കില്ല. ഇവിടുന്നാണ് നമ്മൾ ടോൾ പോലെ ഒരു എമൗണ്ട് ചോദിക്കും. അത് ക്യാഷ് ആയിട്ട് തന്നെ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇവിടെ ഗൂഗിൾ പേ ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു, ക്യാഷ് തന്നെ ആയിരുന്നു. അതുപോലെ അവിടെ വെൽക്കം ടു ദൂദ്പത്രി എന്നുള്ള ബോർഡാണ്. മഴയും അതുപോലെ ഇടയ്ക്ക് കോടമഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അത് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര കോടയായി. നമ്മൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് കോട ഇറങ്ങും, പെട്ടെന്ന് തന്നെ നന്നായിട്ട് ക്ലിയറായും വരുന്നുണ്ട്. നമ്മൾ ഈ കൊടൈക്കനാൽ മൂന്നാറൊക്കെ പോകുമ്പോൾ കാണുന്ന അതേ ഒരു ക്ലൈമറ്റ് പ്രതീതിയൊക്കെ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് കോട ഇറങ്ങി നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത സിറ്റുവേഷനാവും. പിന്നെ അതൊന്ന് തെളിഞ്ഞ് വരും. പിന്നെ പെട്ടെന്ന് ഭയങ്കര മഴയായിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ആലിപ്പഴവും വീഴുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം നമുക്കൊന്ന് എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ ദൂദ്പത്രി യാത്രയിലോട്ട്. വിൻ്റർ സമയത്ത് ഫുൾ സ്നോ കവേർഡ് ആയിരിക്കും ദൂദ്പത്രി. അല്ലാത്ത ടൈമുകളിൽ നിങ്ങൾക്ക് അങ്ങനെ സ്നോയിലൊന്നും കാണാൻ സാധിക്കത്തില്ല. ദൂരെ മൗണ്ടൻസിൻ്റെ ടോപ്പിലൊക്കെ കുറച്ച് മെൽറ്റായതൊക്കെ കാണാമെങ്കിൽ നമുക്ക് അവിടെ പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലേ ഇത്. ഇവിടെ മെയിനായിട്ടുള്ളത് പൈൻ ഫോറസ്റ്റും പിന്നെ മെഡോസും ആണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒഴുകുന്ന ശാലിഗംഗ റിവറാണ്. അപ്പോൾ ദൂദ്പത്രി എന്ന പേര് വരാൻ തന്നെ ഇതിന് കാരണം ഈ ശാലിഗംഗ റിവറിലൂടെ പോകുന്ന വെള്ളം ഒഴുകണത് കണ്ട നമുക്ക് പാൽ ഒഴുകി പോകുന്ന ഒരു പ്രതീതി, ആ ഒരു വെള്ള കളർ ഫീൽ ചെയ്യും. ഇപ്പം അപ്പം അങ്ങനെ ആ ഒരു കളർ പാൽ ഒഴുകി പോകുന്ന പോലെ ഒരു പതഞ്ഞ ആ ഒരു കളറിലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഏരിയയ്ക്ക് ദൂദ്പത്രി എന്ന പേര് വന്നത്. പിന്നെ വേറൊരു ഇത് പറയുന്നത് വാലി ഓഫ് മിൽക്ക് എന്നുള്ള പേര് വരാനുള്ള കാരണം ഇവിടെ ധാരാളം ഇടയന്മാർ താമസിക്കുന്ന ഒരു ഏരിയയും കൂടാണ്. അപ്പം അതുകൊണ്ടും അപ്പം ഈ ആണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു. അപ്പം അങ്ങനെ ഈ 2 റീസണാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ വെള്ളം കാണുന്നില്ലേ, ഇതെല്ലാം ആലിപ്പഴമാണ്. നല്ല കട്ടിയായിട്ട് ആലിപ്പഴം വീഴുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് നിർത്തി നോക്കി, ചെറിയ ചെറിയ ബോളായിട്ടാണ് വീഴുന്നത് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ആലിപ്പഴം വീഴുന്നുണ്ട്. അതങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ ഫോട്ടോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്നോ പോലെ തോന്നും, ശരിക്കും അത് ആലിപ്പഴമാണ്. അങ്ങനെ ഇടയന്മാരുടെ വാലി ആയതുകൊണ്ട് പിന്നെ ഇവിടെ ശാലിഗംഗയിലെ റിവറിലെ വെള്ളം പാൽ ഒഴുകണ പോലെ ആ ഒരു വൈറ്റ് നിറത്തിൽ ഒഴുകുന്നത് കൊണ്ടുമാണ് ഈ പ്രദേശത്തിന് ദൂദ്പത്രി എന്ന പേര് വന്നത്. അങ്ങനെ നമ്മൾ പാർക്കിംഗ് അവിടെ എത്തി. പാർക്കിങ്ങിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ചെളിയും എല്ലാമായിട്ട് കിടക്കുകയാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ നടന്നു പോകാം, ഇല്ലെങ്കിൽ ടാക്സി പിടിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ പോണി റൈഡ് വേണേലും ഇവിടുന്ന് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോണി റൈഡൊന്നും എടുത്തില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് റെയിൻ കോട്ട് ആണെങ്കിലും സ്വെറ്റർ അല്ലെങ്കിൽ വിൻ്റർ ക്ലോത്ത്സും അതിൻ്റെ ബൂട്ട്സും എല്ലാം റെൻറ്റിന് കിട്ടും. റെയിൻ കോട്ട് റെൻറ്റിനല്ല, റെയിൻ കോട്ട് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കണം. അപ്പോൾ 2 ഒന്ന് മേടിക്കാമെന്ന് വെച്ചപ്പോൾ ഭയങ്കര കത്തിയാണ്. അപ്പോൾ മഴ അത്യാവശ്യം നന്നായിട്ട് ഇടയ്ക്ക് പെയ്യുന്നുമുണ്ട്. അതുകൊണ്ടും കൂടെ അവർ ഭയങ്കരമായിട്ട് ചാർജ് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും വേണ്ട ടാക്സിയിൽ തന്നെ പോയി എല്ലായിടും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ടാക്സിയിൽ തന്നെയാണ് പോകുന്നത്. ആദ്യം പോകുന്നത് ശാലിഗംഗ റിവർ കാണാൻ വേണ്ടിയാണ്. അവിടെയാണ് മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എത്രത്തോളം നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുമെന്നറിയില്ല. പോകുന്ന വഴിക്കെല്ലാം ആലിപ്പഴം വീണ് കിടപ്പുണ്ട്. ഇപ്പം നമ്മൾ ഈ ദൂദ്പത്രി എന്ന് പറയുന്നത് കാശ്മീർ ജില്ലയിലെ ബഡ്ഗാം ഡിസ്ട്രിക്റ്റിൽ ഖാൻ സാഹിബ് തഹസീലിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ശ്രീനഗറിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ എന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം പഹൽഗാം ആണെങ്കിലും ഗുൽമാർഗ് ആണെങ്കിലും സോനമാർഗൊക്കെ അത്യാവശ്യം ദൂരമുണ്ട്. ഇവിടുന്ന് ശ്രീനഗറിൽ നിന്ന് നമുക്ക് ദൂദ്പത്രിക്ക് 42 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രീനഗറിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ദൂദ്പത്രിയാണ്. പിന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് യോസ്മാർഗിലോട്ടൊക്കെ വേണമെങ്കിൽ പോകാം. അവിടെയൊക്കെ പോകാമെങ്കിൽ ഇപ്പം സ്നോ കാണാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ക്ലൈമറ്റ് അത്യാവശ്യം മോശമായതുകൊണ്ട് മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പാടായതുകൊണ്ട് നമ്മൾ എന്തായാലും അത് താല്പര്യപ്പെടുന്നില്ല. ദൂദ്പുത്രിയിൽ നിന്ന് തിരിച്ച് ശ്രീനഗർ പോകാനാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇവിടെയൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ നിന്ന് താമസിക്കണമെങ്കിൽ ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ ഫുഡൊക്കെ ലഭിക്കും. 1-2 റെസ്റ്റോറൻറ്റുകളുണ്ട്, പക്ഷേ അത്യാവശ്യം നല്ല കത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻട്രൻസിന് മുമ്പായിട്ട് കണ്ട അതുപോലത്തെ ഷോപ്പുകളിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും സേഫും അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണം പറയാം. സേഫ് അല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കുക. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ വരികയാണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം ശാലിഗംഗ റിവർ കാണാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി. അപ്പം വഴിയിലൊക്കെ എല്ലാം അത്യാവശ്യം ബ്ലോക്കാണ്. അങ്ങനെ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞങ്ങളെന്ന് ഇറക്കി പുള്ളി. അങ്ങനെ ഇറക്കി നമ്മൾ ശാലിഗംഗ റിവർ കാണാൻ വേണ്ടി പോവുകയാണ്. വഴിയെല്ലാം ചെളിയാണ്, അതുകൊണ്ട് പോണീസിനെയും കൊണ്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ വിസർജ്യം എല്ലാം കൂടെ ഇങ്ങനെ മിക്സായിട്ട് കിടപ്പുണ്ട്. ഭയങ്കര വഴി മോശമാണ്. അപ്പോൾ അതൊക്കെ അത് തെന്നി വീഴാനും സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു വേണം ഇതിലേക്ക് നടക്കാൻ. ഈ മഴക്കാലത്തും അല്ലെങ്കിൽ വിൻ്ററൊക്കെ ഒന്ന് കഴിഞ്ഞിരുന്ന സമയത്ത് ഐസ് മെൽറ്റായിട്ടും സ്ലിപ്പാകുന്ന സമയത്തൊക്കെ സൂക്ഷിച്ച് നടക്കുക. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ശാലിഗംഗ റിവറിൻ്റെ അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ കൂടുതൽ കണ്ടു. നല്ല വരുന്ന വഴിയൊക്കെ വെച്ച് നോക്കുമ്പം അത്ര ക്രൗഡഡ് അല്ല, മറ്റു ടൂറിസ്റ്റ് പ്ലേസിനെ വെച്ച് നോക്കുമ്പോൾ അത്ര ക്രൗഡഡ് അല്ല. അപ്പോൾ ഈ റിവറിന് കുറുകെ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് പണിയാൻ വേണ്ടിയുള്ള പില്ലറാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ രണ്ട് വാലിയിലും തമ്മിൽ ബന്ധിപ്പിക്കാത്ത രീതിയിൽ ബ്രിഡ്ജ് പണി നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നിങ്ങൾ ഈ വീൽ ചെയറിലൊക്കെ വരുന്നവർക്ക് അങ്ങനെ ഇറങ്ങാം, അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നടന്നിറങ്ങാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നമ്മൾ ശാലിഗംഗ റിവറിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ശരിക്കും അത് പാല് ഒഴുകണ പോലാണ് ഒഴുകുന്ന റിവറാണ്. മഴയും മഞ്ഞുരുകിയതും എല്ലാം കൂടെ വരുന്ന ഇപ്പോൾ കലങ്ങി മറി നമ്മുടെ നാട്ടിലൊക്കെ മലവെള്ളപ്പാച്ചിലിൽ റിവർ ഒഴുകണ പോലെ കലങ്ങി മറിഞ്ഞാണ് ഇപ്പോൾ ഒഴുകണത്. അല്ലാത്ത സമയങ്ങളിൽ നമുക്കത് പാലൊഴുകണ പോലെയാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് ദൂദ്പത്രി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് നേരമൊക്കെ നിന്നു. ഇതിൻ്റെ കുറുകെ മരം കൊണ്ട് മരത്തടിയിട്ട് ബ്രിഡ്ജ് പോലൊക്കെ പണിതിട്ടുണ്ട് അക്കരെ കിടക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മേളിലൊക്കെ ആൾക്കാരിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ട്. നമ്മളെന്തായാലും അങ്ങനൊന്നും ഇറങ്ങിയില്ല, തെന്നാനും സാധ്യതയുണ്ട്. പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ റിസ്ക് ഒന്നും എടുത്തില്ല. എന്തായാലും കുറച്ച് നേരം നിന്ന് ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ പെട്ടെന്ന് തന്നെ ഫോഗ് കയറി വരുന്നുണ്ട്, അതുപോലെ മഴച്ചാറ്റിലും ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചേരാൻ തുടങ്ങിയപ്പം നമ്മൾ തിരിച്ച് കയറാമെന്ന് പ്ലാൻ ചെയ്തു. ഈ ക്ലൈമറ്റിലും കുതിരസവാരി ചെയ്യുന്നവർ നടന്നു പോകുന്നവരെയൊക്കെ ധാരാളം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ റെയിൻകോട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ മെഡോസിലൂടെയൊക്കെ നടക്കാൻ നല്ല രസമായിരിക്കും, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം മഴയും തോർന്നിട്ടുണ്ട്, നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ പറ്റും. നല്ലൊരു ഭംഗിയുള്ള ഏരിയയാണ്. അധികം ക്രൗഡഡ് അല്ലാത്തതുകൊണ്ട് ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയും കൂടാണ് ഈ ദൂദ്പത്രി. പിന്നെ അതുപോലെ തന്നെ സീ ലെവലിൽ നിന്ന് 8960 ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു പ്രദേശവും കൂടാണ് ദൂദ്പത്രി എന്ന് പറയുന്നത്. പിന്നെ ദൂദ്പത്രിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിർപഞ്ചാൽ മൗണ്ടെയ്ൻസിൻ്റെ അടിയിലുള്ള ഒരു ബൗൾ ഷേപ്പ്ഡ് വാലി ആയിട്ടാണ് ദൂദ്പത്രി അറിയപ്പെടുന്നത്. നമുക്കിവിടെ വരുമ്പോൾ അറിയാം, അതുപോലെ ആ ഒരു ഇതിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ വാലിയാണ്. ഇങ്ങോട്ട് നടക്കണമെങ്കിൽ അതുപോലെ സിക്സാഗ് പോലെ റോഡൊക്കെയാണ്. അധികം ക്രൗഡഡ് അല്ല, അതുകൊണ്ട് നല്ല വളരെ മനോഹരമായ ഒരു ഏരിയയാണ്. അപ്പോൾ ഒരു ഈ പിർപഞ്ചാൽ മൗണ്ടെയ്ൻസിൻ്റെ നല്ല നടുവിലുള്ള അണ്ടറിലുള്ള ഒരു ബൗൾ ഷേപ്പിൽ വാലി എന്നും നമ്മുടെ ദൂദ്പത്രി അറിയപ്പെടുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ മെഡോസിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കാനും ഇരിക്കാനൊക്കെ, മഴയില്ലെങ്കിൽ ഇരിക്കാനൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ നമുക്കിവിടെ ബൈക്ക് റൈഡ് ഉണ്ട്. ഇവിടെ അല്ലാതെ ആക്ടിവിറ്റീസൊക്കെ ഇല്ലാത്തൊരു ഏരിയയാണ്. നമുക്ക് ഇറങ്ങി നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. അപ്പോൾ അല്ലാതെ ഉള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ ബൈക്ക് റൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇവിടുത്തെ ക്ലൗഡി ആയിട്ടുള്ള ഈ ഒരു ക്ലൈമറ്റും മഴയും മഞ്ഞും തണുപ്പും
എല്ലാം കൊണ്ട് മോൻ അധികം സുഖമില്ലാത്ത പോലെയൊക്കെ ഒന്നും വന്നു. ഭക്ഷണം കഴിക്കാനും നമ്മൾ ലേറ്റായി. നമ്മൾ ആ ഫുഡ് കഴിച്ചപ്പോൾ ഒരു 2:30 ആയിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാനും ലേറ്റായി. 2:30 ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ദൂതപത്തിലോട്ട് കയറിയത്. പക്ഷേ മഴയും ക്ലൗഡിയൊക്കെ ആയിട്ട് ക്ലൈമറ്റ് അതിൻ്റെ ടൈം നമുക്ക് അത്ര അറിയാൻ പറ്റാത്തതാണ്. അപ്പം നമ്മളെന്തായാലും വന്ന അതും ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ കൊണ്ടാണ് തോന്നുന്നു ഫുഡ് കഴിച്ച് ലേറ്റ് ആയതുകൊണ്ടൊക്കെ മോനൊന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഛർദ്ദിച്ചതിന് ശേഷം അവന് ഭയങ്കര ഒരു ക്ഷീണം പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇങ്ങനെ നമുക്ക് അത്യാവശ്യം വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്, കയറി നിന്ന് കാണാം. നല്ല വാലീസൊക്കെ നല്ല മനോഹരമായി കിടക്കുന്ന കാണാൻ സാധിക്കും. അങ്ങനെ അധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് അതുകൊണ്ട് സാധിച്ചില്ല. ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലൈമറ്റും ഒക്കെയാണ്, ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. നല്ല കാരണം ക്രൗഡഡ് അല്ലാത്ത ഏരിയ ആയതുകൊണ്ട് നമുക്ക് നടന്ന് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്കിനി 2 ദിവസം കൂടി ഇവിടെ ഉണ്ട് കാശ്മീരിൽ. അപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ വേഗം തിരിച്ചു പോകേണ്ടത് കൊണ്ട് നമ്മളങ്ങ് ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ വെൽക്കം കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് താങ്ക് യു വിസിറ്റ് അഗെയിൻ. അപ്പോൾ വന്ന സമയത്ത് റെയിൻ ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ തിരിച്ചു പോയപ്പം താങ്ക് യു അഗെയിൻ എന്നുള്ളത് അത് കാണാൻ പറ്റി ക്ലിയർ ആയിട്ട്. ക്ലൈമറ്റ് ഒന്ന് ക്ലിയർ ആയി അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദൂദ്ബദ്ര നല്ലൊരു സ്പോട്ടാണ്. കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു.